CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ് മൂവാറ്റുപുഴയിൽ മഴക്കെടുതി മൂലം പ്രവർത്തിക്കുന്ന വിവിധ ക്യാമ്പുകൾ സന്ദർശിച്ചു. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എല്ലാവിധ ചികിത്സ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഏർപ്പാടാക്കണമെന്നും CPIM പ്രവർത്തകരുടെ എല്ലാ തരത്തിലുള്ള സഹായവും ക്യാമ്പുകളിലേക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകുമെന്നും അദ്ദേഹം ക്യാമ്പ് സന്ദർശിച്ചതിനു ശേഷം പ്രതികരിച്ചു. കാലവർഷക്കെടുതിയെ തുടർന്ന് മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ CPIM ജില്ലാ സെക്രട്ടറി S. സതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിലാണ് പ്രവർത്തകർ എത്തിയത്. CPIM പ്രവർത്തകരെല്ലാം കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നുണ്ടെന്നും ജില്ലയിലൊട്ടാകെയുള്ള ക്യാമ്പുകളിലെല്ലാം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇവിടെ ഏതാണ്ട് 10-28ഓളം കുടുംബങ്ങൾ പറയുന്നത് അവരുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. വീടില്ല, സ്വന്തമായിട്ട് വീടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്ന പദ്ധതി നമ്മുടെ ഭാഗമായിട്ടുള്ളതാണ്. മുനിസിപ്പാലിറ്റി ഇത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. 12 വർഷം മുമ്പാണ് ഈ താമസിക്കുന്ന 28 കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടി എന്ന് പറയുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പേ അവർക്ക് കിട്ടി. ആ ഭൂമിയിൽ പക്ഷേ മണ്ണിടാനോ കെട്ടിടം പണിയാനോ കഴിയാത്ത നിലയാണ് ഉള്ളത്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം അതിന് ശേഷം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഗൗരവമായിട്ടൊരു ഇടപെടൽ വന്നിട്ടില്ല. അപ്പൊ ഈ ദുരന്തം കാണുമ്പോൾ ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്ന പ്രശ്നം ഇവരുടെ കിടപ്പാടത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അത് മുനിസിപ്പാലിറ്റി തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ഈ കുടുംബങ്ങളെ താമസിപ്പിക്കാൻ ആവശ്യമാവുന്ന വിധത്തിൽ ഭൂമി ഇല്ലാത്തത് കൊണ്ട് മുനിസിപ്പാലിറ്റി തന്നെ സ്ഥലമുണ്ട്. ആ സ്ഥലം എടുത്ത് ഫ്ലാറ്റ് പോലെ നിർമ്മിച്ചു നടക്കുന്ന നമ്മുടെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് വീട് കൊടുക്കാൻ ആവശ്യമായ കാര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരെ ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അങ്ങനെയാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. ഇപ്പൊ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങൾ അവർക്ക് ഭക്ഷണം മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. മരുന്നിന്റെ കാര്യങ്ങളും ഡോക്ടർമാർ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ പായ പുതപ്പ് പോലുള്ള കാര്യങ്ങളില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ പ്രായമായവരുൾപ്പെടെ ഉണ്ട്. വീടുകളിൽ നിന്ന് ആ സമയത്ത് പോകുന്നപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് പോരാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അപ്പൊ ഇവിടെ CPMന്റെ നേതൃത്വത്തിൽ ഇപ്പൊ ഞങ്ങളുടെ സഖാക്കൾ എല്ലാവരും ചേർന്നുകൊണ്ട് കുറെ പായും പുതപ്പും എല്ലാം അവർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ തന്നെ വിതരണം ചെയ്യുന്നു. ഇനി അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ കുറവുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ ഞങ്ങളുടെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ തയ്യാറാണ്. ഇത്തരം ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ ഒന്നിച്ചു നിൽക്കുക എന്ന കാര്യം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ക്രമീകരണവും ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവും, CPMന്റെ നേതൃത്വത്തിൽ ഉണ്ടാവും. മൂവാറ്റുപുഴ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണവും മരുന്നും ലഭിക്കുന്നുണ്ടെങ്കിലും പായും പുതപ്പുമടക്കമുള്ള സാധനങ്ങളുടെ കുറവ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ അറിയിച്ചതിനെ തുടർന്ന് CPM പ്രവർത്തകർ അവ ക്യാമ്പുകളിലുള്ളവർക്ക് എത്തിച്ചു നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. നഗരസഭയുടെ കീഴിൽ 3 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്ന മിക്ക ആളുകൾക്കും സ്വന്തമായി സ്ഥലമുണ്ടെങ്കിലും സ്വന്തമായി വീടില്ലാത്തവരാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ ഇടപെട്ട് ഇവർക്ക് വീട് വയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉടൻ തന്നെ ചെയ്തു നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും S. സതീഷ് പറഞ്ഞു. CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ UR ബാബു, KG അനിൽകുമാർ, അജിത് കുമാർ തമ്പി, R. രാജീവ് എന്നിവരും ജില്ലാ സെക്രട്ടറിക്കൊപ്പം ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.